Hi all, welcome back the video. In the video, types of company ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പനി എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് കമ്പനി. ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെ കമ്പനിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 268 ആണ്. ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് സെക്ഷൻ 268. മിനിമം 2 ആൻഡ് മാക്സിമം 200 മെമ്പേഴ്സാണ് പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടത്. അപ്പം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിൽ കമ്പനിയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി. അതിൽ പ്രൈവറ്റ് കമ്പനിയാണ് സെക്ഷൻ 268 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 200 മെമ്പേഴ്സുമാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടായിരിക്കേണ്ടത്. സെക്കൻഡ് വൺ ഈസ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 271 ആണ്. സെക്ഷൻ 271. ഒരു പബ്ലിക് കമ്പനിയിൽ മിനിമം 7 മെമ്പേഴ്സ്, മിനിമം 7 മെമ്പേഴ്സ് ആൻഡ് മാക്സിമം ഈസ് അൺലിമിറ്റഡ് മെമ്പർ. മാക്സിമം എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും ആവാം. പക്ഷെ മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? മിനിമം എപ്പോഴും 7 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തുക. സെക്ഷൻ 271 മിനിമം 7. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് വൺ പേഴ്സൺ കമ്പനി. വൺ പേഴ്സൺ കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 262 ആണ്. ഒരു സിംഗിൾ മെമ്പറുള്ള പ്രൈവറ്റ് കമ്പനീനെയാണ് വൺ പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ OPC എന്നും കൂടെ അറിയപ്പെടുന്നത്. വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ മെമ്പറുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ത്? വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് വൺ പേഴ്സൺ കമ്പനി എന്നാണ് കമ്പനീനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ആണ്. കൺട്രോളിൻ്റെ ബേസിൽ കമ്പനി മൂന്നാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി ആൻഡ് അസോസിയേറ്റ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 246 സെക്ഷൻ 246 ഹോൾഡിംഗ് കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഹിയർ ദ കൺട്രോൾ സബ്സിഡറി. ആരാണോ ഒരു സബ്സിഡറി കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത്, ആ കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. കൺട്രോളിങ് എങ്ങനെയായിരിക്കും? The holding company should hold more than 50% of total share. ടോട്ടൽ ഷെയറിൻ്റെ 51% അല്ലെങ്കിൽ 51% അതിൽ കൂടുതലോ ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനീനാണ് എന്ത് ആക്ച്വലി ഹോൾഡിംഗ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സബ്സിഡറി കമ്പനി? സബ്സിഡറി കമ്പനി ഈസ് കൺട്രോൾഡ് ബൈ ഹോൾഡിംഗ് കമ്പനി. ഏത് കമ്പനീനെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന കമ്പനി ഏതാണോ അതിനെയാണ് സബ്സിഡറി കമ്പനി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 287 സബ്സിഡറി കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 287 സബ്സിഡറി കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി എന്നും, കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനിയാണ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനിയാണിത് സബ്സിഡറി കമ്പനി എന്നും പറയുന്നത്. നെക്സ്റ്റ് ആണ് അസോസിയേറ്റ് കമ്പനി. സെക്ഷൻ 26 അസോസിയേറ്റ് കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ആണുള്ളത്. ഹോൾഡിങ്ങോ അല്ലെങ്കിൽ അവരുടെ സബ്സിഡിയോ അല്ല. പകരം എന്താണ്? ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് മാത്രമാണ് മറ്റൊരു കമ്പനിയിൽ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? 20% ഓർ മോർ ഷെയർ ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിയിലെ ഷെയറിൻ്റെ 20 അതിൽ കൂടുതലോ ഷെയർ ക്യാപിറ്റൽ മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്താൽ അതെന്താണ്? അസോസിയേറ്റ് കമ്പനിയായി. അവർ പരസ്പരം എന്താണ്? ഒരു ഹോൾഡിംഗ് അല്ലെങ്കിൽ സബ്സിഡി റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, പകരം ഒരു ജോയിൻറ്റ് വെഞ്ചർ, അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് അതിനെ അസോസിയേറ്റ് കമ്പനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ കമ്പനിയെ മൂന്നാക്കി തിരിക്കുന്നു. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി ആൻഡ് അസോസിയേറ്റ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയിൽ 51% അതിൽ കൂടുതലോ ഷെയർ ഹോൾഡ് ചെയ്യുന്നു. സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനി ഈ കമ്പനിയുടെ 51% അതിൽ കൂടുതലോ ഷെയർ ഹോൾഡ് ചെയ്യപ്പെട്ടാൽ അത് സബ്സിഡറി കമ്പനിയായി. അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക 20% അതിൽ കൂടുതലോ ഷെയർ ക്യാപിറ്റൽ മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്താൽ അതിനെയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പാണ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഗവൺമെൻറ് കമ്പനിയെ ഡിഫൈൻ ചെയ്ത സെക്ഷൻ 245
ഇവിടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 51% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഹോൾഡ് ചെയ്യപ്പെടുന്ന ആരാണ്? ഒരു ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുകയാണ്. ഒരു കമ്പനിയുടെ 51% അതിൽ കൂടുതലോ ഷെയറുകളോ ഗവൺമെൻറ്റാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതാണെന്ത്? ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയെ നമ്മൾ എന്താണ്? ഗവൺമെൻറ് കമ്പനി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? 51% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഷെയർ ഗവൺമെൻറ്റാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത് ഗവൺമെൻറ് കമ്പനിയാണ്. ഈ ഗവൺമെൻറ് കമ്പനി നമ്മൾ പറഞ്ഞു ആ ഹോൾഡിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോൾഡിംഗ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹോൾഡിംഗ് ആവാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ഒന്നിച്ചുള്ള ഹോൾഡിംഗ് ആവാം. ഇതുമല്ല, ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയെ നമ്മൾ എന്താണ്? ഗവൺമെൻറ് കമ്പനിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് നോൺ ഗവൺമെൻറ് കമ്പനി. ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ക്ലാസിഫിക്കേഷനിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഗവൺമെൻറ് ഹോൾഡ് ചെയ്യാത്ത ബാക്കി എല്ലാ കമ്പനി എന്തായിരിക്കും? നോൺ ഗവൺമെൻറ് കമ്പനി ആയിരിക്കും. നെക്സ്റ്റ് നോക്കുക, ഓൺ ദ ബേസിസ് ഓഫ് ലിസ്റ്റിംഗ് ആണ്. ലിസ്റ്റിങ്ങിൻ്റെ ബേസിൽ ലിസ്റ്റഡ് കമ്പനി, അൺലിസ്റ്റഡ് കമ്പനി എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലിസ്റ്റഡ് കമ്പനിയെ ആണ് അവിടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ലിസ്റ്റഡ് കമ്പനിയെ സെക്ഷൻ 252 ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുക. ലിസ്റ്റഡ് ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ഏതിലും ആവട്ടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെ നമുക്ക് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആണ് സെക്ഷൻ, ഇതൊക്കെ എന്താണ് അതർ ടൈപ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നതാണ് സെക്ഷൻ 8 കമ്പനീസ്. സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റ് ആയിരിക്കും. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് കമ്പനീസ് ആയിരിക്കും. ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത കമ്പനികളെയാണ് സെക്ഷൻ 8 കമ്പനീസിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് ഫോറിൻ കമ്പനി. സെക്ഷൻ 242 എന്ത്? ഫോറിൻ കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ലോ പ്രകാരമല്ല, പകരം എന്താണ്? ഇന്ത്യൻ്റെ പുറത്തിട്ടുള്ള ഏതെങ്കിലും കൺട്രിയിലെ ഏതെങ്കിലും ലോ പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് ഫോറിൻ കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 242 നെക്സ്റ്റ് ആണ് ഡോർമെൻറ്റ് കമ്പനി. ഡോർമെൻറ്റ് കമ്പനി ഡിഫൈൻ ചെയ്ത സെക്ഷൻ 455 ആക്ച്വലി ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവായ കമ്പനിയാണ് ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയാം. എത്ര കാലം? 2 ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ലാസ്റ്റ് 2 വർഷമായിട്ട് ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനോ ഒന്നും നടത്താതെ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന കമ്പനിയാണ് നോർമലി ഡോർമെൻറ്റ് കമ്പനി എന്നുകൊണ്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊഡ്യൂസർ കമ്പനി. പേര് തന്നെയുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുക. നോർമലി എന്തൊക്കെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. സെക്ഷൻ 465 പ്രൊഡ്യൂസർ കമ്പനിയെ കമ്പനീസ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫോർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിന്. നെക്സ്റ്റ് ആണ് സ്മോൾ കമ്പനി. സെക്ഷൻ 285 സ്മോൾ കമ്പനീസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പെയ്ഡ് ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 10 crore ആൻഡ് ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 100 crore. അപ്പോൾ എന്താണ് സ്മോൾ കമ്പനി? സ്മോൾ കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 285 സെക്ഷൻ 285 പറഞ്ഞ കാര്യം ഇതാണ്, ഒരു കമ്പനിയെ സ്മോൾ കമ്പനിയെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പെയ്ഡ് ക്യാപിറ്റൽ 10 കോടിയിൽ കൂടാൻ പാടില്ല. അല്ലാത്ത പക്ഷം ടേൺ ഓവർ 100 കോടിയിൽ കൂടാനും പാടില്ല. അപ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഷെയർ പെയ്ഡ് ക്യാപിറ്റലും ഉണ്ട്, അതേപോലെ തന്നെ ടേൺ ഓവറുണ്ട്. പെയ്ഡ് ക്യാപിറ്റൽ 10 കോടിയിൽ കൂടാൻ പാടില്ല, ടേൺ ഓവർ 100 കോടിയിലും കൂടാൻ പാടില്ല. അപ്പോൾ അതിൽ താഴെയുള്ള ഏതൊരു കമ്പനിയെയും സെക്ഷൻ 285 പ്രകാരം സ്മോൾ കമ്പനി ആയിട്ടാണ് കമ്പനീസ് ആക്ടിൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് കമ്പനീസ്. നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിനെ പ്രൈവറ്റ് കമ്പനിയെന്നും പബ്ലിക് കമ്പനിയെന്നും ക്ലാസിഫൈ 1% കമ്പനിയെന്നും 3 ക്ലാസിഫൈ ചെയ്യുന്നു. ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ, ഹോൾഡിംഗ്, സബ്സിഡറി ആൻഡ് അസോസിയേറ്റ് കമ്പനി. ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് ഗവൺമെൻറ് കമ്പനി. ഓൺ ദ ബേസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്. അതേപോലെ അതർ ടൈപ്സിലാണ് സെക്ഷൻ 8 കമ്പനി, ഫോറിൻ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, സ്മോൾ കമ്പനി എന്നീ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്. നോക്കാം. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി. ഇതെപ്പോഴും ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോക്കാം. മിനിമം മെമ്പർ. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2, പബ്ലിക് കമ്പനിയിൽ 7 മിനിമം മെമ്പേഴ്സ് വേണ്ടത്. എന്നാൽ മാക്സിമം മെമ്പറോ പ്രൈവറ്റ് കമ്പനിയിൽ 200 ആൻഡ് പബ്ലിക് കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് വേണേലും പബ്ലിക് കമ്പനിയിലാവാം. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ട്സ്.
നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഈ പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പബ്ലിക് കമ്പനി ഒബ്ലിഗേഷൻ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്തിരിക്കണം. ട്രാൻസ്ഫർ ഷെയർ, പ്രൈവറ്റ് കമ്പനിയിലെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, എന്നാൽ പബ്ലിക് കമ്പനിയിൽ പറ്റും. മിനിമം ഡയറക്ടേഴ്സ്, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, എന്നാൽ പബ്ലിക് കമ്പനിയിലോ മാക്സിമം മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. മാക്സിമം എത്ര ഡയറക്ടേഴ്സ് വേണമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ്, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നെയിം സഫിക്സ് ചെയ്യേണ്ട പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പബ്ലിക് കമ്പനിയിൽ ലിമിറ്റഡ്. അപ്പോൾ പേര് നോക്കിയാൽ പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പബ്ലിക് കമ്പനിയാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയാണോ. പ്രൈവറ്റ് കമ്പനീൻ്റെ കൂടെ എന്താണ് പ്രൈവറ്റ് PVT LTD എന്നുണ്ടാവണം, എന്നാലൊരു പബ്ലിക് കമ്പനീൻ്റെ കൂടെ LTD എന്ന് മാത്രം ഉണ്ടാവും, ലിമിറ്റഡ് എന്നത്. ഇവിടെ ഒരു നോട്ട് ചെയ്യുന്ന കാര്യം, നോ മാൻഡേറ്ററി മിനിമം ക്യാപിറ്റൽ ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും എന്താണ് മിനിമം ഇത്ര ക്യാപിറ്റൽ വേണമെന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. So these are the various difference between private and a public company. Thank you.